പുതിയ കുട്ടികളെ മാത്രമല്ല പഴയവരെയും നമ്മൾ ഓർക്കണം. ഈ സമയത്ത് പഴയ കലാകാരന്മാരെയും ഓർക്കണം. ഈ 1957 ആദ്യ കലോത്സവത്തിൽ മൃദംഗത്തിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വയലിനുണ്ട്, പാട്ടുണ്ട്, പക്ഷേ മൃദംഗത്തിൽ 1957 എത്ര വർഷങ്ങൾക്ക് മുൻപ് ഓർക്കണം. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച AK രാമേന്ദ്രൻ ഇന്ന് ആസ്വാദകനായിട്ട് വേദിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ റിപ്പോർട്ടിലേക്ക് പോകാം. കലോത്സവങ്ങൾ എന്നും പുതിയ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ്. കലോത്സവത്തിൽ വന്ന് കണ്ടുമുട്ടുന്നവർ, അവർ സൗഹൃദമുണ്ടാക്കുന്നവർ, ഇവിടെ വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് സമ്മാനം നേടുന്നവർ, അതെല്ലാം വലിയ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ് കലോത്സവ വേദികൾ എന്നും. പക്ഷേ ഇവിടെ എത്തി പഴയകാല കലോത്സവത്തിൻ്റെ ഓർമ്മകൾ ഒരു ഗതകാല സ്മരണകൾ അയവിറക്കുന്നവരും കൂടിയുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ്. അത് നിസ്സാരക്കാരനല്ല. ആദ്യത്തെ കലോത്സവം, അതായത് അന്ന് യുവജനോത്സവം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആദ്യത്തെ കലോത്സവത്തിൽ സമ്മാനാർഹനായിട്ടുള്ളൊരു വ്യക്തി ചേർത്തല AK രാമചന്ദ്രൻ സാർ. അദ്ദേഹത്തിന് 1957 യുവജനോത്സവത്തിൽ, അതായത് കലോത്സവത്തിൻ്റെ ബീജമായിരുന്നു 1957 എന്ന് പറയുന്നത്. പിന്നീടാണ് അത് കലോത്സവമായി മാറുകയും എല്ലാം ചെയ്തത്. അന്ന് യുവജനോത്സവമായിരുന്നു. അന്ന് മൃദംഗ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ഈ കലോത്സവ വേദിയിൽ തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ മണ്ണിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമസ്കാരം. എന്താണ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തി നിൽക്കുന്നു? കലോത്സവത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിട്ടുണ്ട്. അന്ന് സമ്മാനം കിട്ടിയ ആ ഒരു നിമിഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കലോത്സവ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് ആദ്യം പോകാം. ഞാൻ ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിൽ, ബോയ്സ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം. എനിക്ക് ജില്ലാതലത്തിൽ ആദ്യം ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം എറണാകുളത്ത് വെച്ച്, എറണാകുളം ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു സംസ്ഥാന മത്സരം. അന്ന് ഞങ്ങൾ 12 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 11 പേരും ഒരേ താളത്തിലാണ് വായിച്ചത്. ഒരു കുട്ടി മാത്രം വ്യത്യസ്തമായിട്ട് വായിച്ചു. അപ്പോൾ ജഡ്ജസിന് ഒരു കൺഫ്യൂഷൻ വന്നു, ആർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 11 പേരിൽ ഞാനാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. അപ്പോൾ എൻ്റെ പേര് ഒന്നുകൂടെ വിളിച്ച് എന്നോട് ചോദിച്ചു, ഇനി വേറെ ഏതെങ്കിലും താളം അറിയാമോ വായിക്കാൻ? ഞാൻ പറഞ്ഞു അറിയാം. അങ്ങനെ എന്നെക്കൊണ്ട് ഒന്നുകൂടി വായിപ്പിച്ച് കേട്ടതിന് ശേഷമാണ് എനിക്ക് 1ാം സ്ഥാനവും മറ്റേ കുട്ടിക്ക് 2ാം സ്ഥാനവും അത് പ്രഖ്യാപിക്കുന്നത്. ഈ കുട്ടിക്കാലം മുതലേ ഇത് അഭ്യസിക്കുന്നുണ്ടായിരുന്നോ ചെറുപ്പം മുതൽ? ഞാൻ 55, അതായത് ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഈ പെർക്കഷൻ ഇൻസ്ട്രുമെൻസിനോട്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഇട്ട് കൊട്ടുകയും ഒക്കെ ചെയ്ത് ഈ ശല്യം സഹിക്കവയ്യാതെ അച്ഛൻ എന്നെ മൃദംഗം പഠിപ്പിക്കാനാക്കിയതാണ്. അപ്പോൾ 2 വർഷം കൊണ്ട് എനിക്ക് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ടായി. ഇപ്പോൾ അങ്ങിപ്പോൾ ഇവിടെ എല്ലാം ചുറ്റിത്തിരിഞ്ഞ് നോക്കി കാണുമ്പോൾ ഈ കലോത്സവമൊക്കെ ആകെ അങ്ങ് മാറിയല്ലോ. പണ്ട് ഇത്തരത്തിൽ ചുരുക്കിയ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാശിയോ ആവേശത്തിനൊന്നും കുറവില്ലെങ്കിലും ഇത്തരത്തിൽ വലിയൊരു യുദ്ധാടിസ്ഥാനത്തിലുള്ളൊരു പോരാട്ടമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് കലോത്സവത്തിൻ്റെ രീതി മാറി, ഭാവം മാറി, നടത്തിപ്പെല്ലാം മാറി. ഈ വളർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ആകപ്പാടെ ഉള്ളത് 300 പേരാണ് ഞങ്ങൾ അന്ന് 1957. 22 മത്സര ഇനങ്ങളേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ 249 മത്സര ഇനങ്ങളും 15,000 പേരുമാണ് പങ്കെടുക്കുന്നത്. ആ ഭയങ്കര വ്യത്യാസമാണ്. അന്ന് ഭക്ഷണ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരണം. ഇപ്പോഴാണുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഉത്സവ നഗരി വന്നപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളും സന്തോഷമൊക്കെ വളരെയധികം തോന്നുന്നു. കാരണം വർഷങ്ങൾ 67ആയി ഞാൻ പങ്കെടുത്തിട്ട്. ആ ഓർമ്മകളൊക്കെ ഞാനിപ്പോൾ അത് അയവിറക്കുകയാണ്. പിന്നീട് ഈ മൃദംഗ രംഗത്ത്, ഈ വാദ്യരംഗത്തെല്ലാം തുടർന്നും മുന്നോട്ട് പോയോ? ഞാൻ അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1961, 62, 63 വർഷങ്ങളിൽ ഞാനായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൈസ് വിന്നർ. ഞാൻ ആദ്യമായി മൃദംഗത്തിൽ ഹാട്രിക്ക് നേടിയത് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹാട്രിക്ക് നേടിയത് ഞാനാണ്. പിന്നെ ഡൽഹിയിലെ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ
ആകാശവാണിയുടെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. കേരള സംഗീത അക്കാദമി പുരസ്കാരം 2003 ലഭിച്ചു. ഇപ്പോഴും ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 45 വർഷമായിട്ട് ചെമ്പെ, പ്രശസ്തമായ ചെമ്പെ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നു. അപ്പം ഈ മൃദംഗ മത്സര വേദികളിലൊക്കെ പോവാറുണ്ടോ? ഈ ഇവിടുത്തെ ഈ കലോത്സവം എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഈ കലോത്സവം നടക്കുന്ന വേദികളിൽ പോകാറുണ്ട്. പിന്നെ 2011, 2016, 2018 ഈ വർഷങ്ങളിലെല്ലാം എനിക്ക് എന്നെ വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രകടനം കാണുമ്പോൾ അവരുടെ പ്രകടന മികവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രത്തോളം നിലവാരം അവർ പുലർത്തുന്നു? ഇപ്പോഴത്തെ കുട്ടികൾ നല്ല നിലവാരമുള്ള കുട്ടികളാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, നല്ല നിലവാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ കലോത്സവ വേദിയിൽ ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യ കലോത്സവത്തിലെ വിജയിയാണ് അദ്ദേഹം. വീണ്ടും ഇവിടെ കലോത്സവത്തിൻ്റെ ആ ഗതകാല സ്മരണകളെല്ലാം തന്നെ നിലനിർത്തുന്നതിനും പുതുക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഏറ്റവും മികച്ചൊരു അതിഥിയെ തന്നെ നമുക്കിന്ന് പരിചയപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെ കരുതുന്നു. ക്യാമറമാൻ ബിജു പറവൂരിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.